നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അടിസ്ഥാന പാഠാവലിയിലെയും കേരള പാഠാവലിയിലെയും കൂടുതലായിട്ട് വരുന്ന ചോദ്യങ്ങൾ ആ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ യൂണിറ്റ് 1ലെ പാഠഭാഗത്ത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞത് അതിൽ കൂടുതലായിട്ട് വരുന്ന അഡീഷണലായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പറയാതെ പോയ ചില പ്രധാന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാനാണ് ഈ ക്ലാസ്സിൽ തയ്യാറാവുന്നത്. അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. ആവശ്യം വേണ്ടുന്നത് എഴുതി സൂക്ഷിക്കുക. പരീക്ഷ സമയത്ത് വേണ്ട വിധത്തിൽ എഴുതി പ്രതിഫലിപ്പിക്കുക, മാർക്ക് നേടുക. ആശയം വ്യക്തതയോടെ കേൾക്കുക. ഓക്കെ, റെഡിയാണല്ലോ? ആദ്യം പറയുന്നത് കേരള പാഠാവലിയിലെ യൂണിറ്റ് 1ൽ വരുന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. അതിൻ്റെ യൂണിറ്റിൻ്റെ പ്രവേശവുമായി കൊടുത്തിരിക്കുന്നത് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നുള്ളതാണ്. ഭാഷ പൂത്തുലയുകയും വികാരങ്ങൾ തളിർത്ത് പരിലസിക്കുകയും ചെയ്യുന്ന മലയാള സാഹിത്യം മാതൃഭാഷയുടെ കരുതലും സൗന്ദര്യവും വ്യക്തമാക്കുന്നുണ്ട്. നാടോടി ഗാനങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന കവിതയുടെ അതിപ്രാചീനമായ പാരമ്പര്യം മുതൽ ഏറ്റവും നൂതനമായ ആവിഷ്കാരങ്ങൾ വരെ അതിൽ ഉൾപ്പെടുന്നു. മലയാളിയുടെ ജീവിതവും ദർശനവും മനോവ്യാപാരങ്ങളും സൗന്ദര്യബോധവും ആഹ്ലാനുഭൂതികളും എല്ലാം സാഹിത്യരചനകളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നു. അതിൽ പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് ഒ.വി. വിജയൻ്റെ ഖസാക്കിലെ ഇതിഹാസത്തിലെ ചെറിയൊരു ഭാഗമാണ്. അതെല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ്. അതിലെന്താ പറയുന്നത്? ജീവിതം കഥയാണ്, നന്മകളും നേരുകളും തിരിച്ചറിവുകളും നിറയുന്ന കഥ അല്ലേ? ഖസാക്കിലെ ദേവി കുഞ്ഞുങ്ങളോട് പറയുന്ന കഥയിൽ മാനവികതയുടെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ വലിയ പാഠങ്ങളുണ്ട്. കുഞ്ഞാമനിക്ക് കേൾക്കേണ്ടത് ആരും ചാവാത്ത കഥയാണ്. ആരും മരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. എല്ലാം നന്നായിട്ട് അല്ലെങ്കിൽ ശുഭവിദ്യാവസാനം ആവുക എന്നതാണ് അവളുടെ ആഗ്രഹം. കുഞ്ഞാമനിയുടെ കുരുന്നു മനസ്സിലെ മോഹം നമുക്കും തിരിച്ചറിവിൻ്റെ വഴിയിലെ വെളിച്ചമാകണം എന്നാണ് ആ പ്രവേശകത്തിലൂടെ അർത്ഥമാക്കുന്നത്. കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ തന്നെ വേണം. ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? മാതൃഭാഷയുടെ ശക്തിയും മലയാള ഭാഷയുടെ സവിശേഷതകളും മാതൃഭാഷയുടെ സാധ്യതകളുമാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. കഥയെക്കുറിച്ചുള്ള കുഞ്ഞാമനിയുടെ കാഴ്ചപ്പാട് നൽകുന്ന സൂചനകൾ എന്തെല്ലാം? ഈ കഥാപാത്രം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? സമാധാനവും ശാന്തിയും പുലരുന്ന ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് കുഞ്ഞാമനിക്കുള്ളത്. ഈ ലോകം എപ്പോഴും സമാധാനപൂർണ്ണമാവണമെങ്കിൽ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു മേഖലയായി മാറണമെങ്കിൽ ഓരോ മനുഷ്യ മനസ്സിലും ആ സമാധാനത്തിനുള്ള തലം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരും ചാവരുത്, ആരും മരിക്കരുത് എന്നവൾ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് കുഞ്ഞാമനിയുടെ വാക്കുകൾ നൽകുന്ന സന്ദേശവും. കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ 100 വർണ്ണങ്ങൾ. ഭാഷയുടെ ചിറകിലും ഈ വാക്യത്തിൻ്റെ പൊരുൾ എന്താണ്? വ്യത്യസ്തമായ അനുഭവങ്ങൾ ആണ് വ്യത്യസ്തമായ കഥകളായി മാറുന്നത്. അത്തരം കഥകൾ പറയുമ്പോൾ ഭാഷയുടെ വളർച്ചയും ചിറക് വിടർത്തലും സാധ്യമാകുന്നു. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ശൈലി, അങ്ങനെ ആ ഭാഷയുടെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഭാഷ പറന്ന് ഉയരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിശാലമായിട്ടുള്ള മേഖലയിലേക്ക് പറന്നുയരുന്ന കാഴ്ചയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. കഥ പറച്ചിലിൻ്റെ അനുഭൂതി ഈ വാക്കുകളിൽ തെളിയുന്നുണ്ടോ? എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങൾ കഥകളാകുമ്പോൾ പറന്നുയരുന്ന ഭാഷയുടെ ചിറകിൽ 100 വർണ്ണങ്ങൾ വിരിയുന്നുണ്ട്. കിളി കഥ പറയുന്നു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താവാം? കഥ എങ്ങനെയുള്ളതാവണം? എഴുത്തച്ഛൻ്റെ കിളിമകൾ, അതായത് പൈങ്കിളിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പറയുന്ന കഥ ആകർഷകമാകണം, ആസ്വാദ്യമാകണം, ജീവിതഗന്ധിയാകണം. തോറ്റ സുയോധനാദികളാകിയ 100 പേരെന്തൊന്ന് ചെയ്തതു ചൊല്ലു നീ. കഥ കേൾക്കാനുള്ള മനുഷ്യ സഹജമായ വാസന ഈ വരികളിൽ തെളിയുന്നതെങ്ങനെ? കഥ കേൾക്കാനും ആസ്വദിക്കാനുമുള്ള സഹജമായ ആഗ്രഹം ഈ വരികളിൽ തെളിയുന്നുണ്ട്. കഥയിൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ള ആകാംക്ഷ. സേനാപതിയായ ഭീഷ്മരുടെ പതനത്തിന് ശേഷം യുദ്ധത്തിൽ തോറ്റ് കൗരവാദികൾ പിന്നീട് എന്താണ് ചെയ്തത്? അവർക്ക് എന്ത് സംഭവിച്ചു? കൗരവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ആകാംക്ഷയാണ് ഇത്തരം ഈ ചോദ്യങ്ങൾക്ക് പ്രേരണയാകുന്നത്. ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ട് ചൊല്ലുന്നതുണ്ട് കനക്കച്ചുരുക്കി ഞാൻ. ഈ വരികളിലെ ആശയം എന്ത്? 18 അക്ഷൗഹിണിപ്പട അണിനിരന്ന മഹാഭാരത യുദ്ധകഥ വിശദാംശങ്ങളോടെ വർണ്ണിക്കുവാൻ പ്രയാസമാണ്. എങ്കിലും സംഭവബഹുലമായ കഥ ചുരുക്കി പറയാൻ ശ്രമിക്കാമെന്ന വിനയാന്വിതമായ മറുപടിയാണ് പൈങ്കിളി നൽകുന്നത്.
വാക്കുകൾ പൂക്കുന്ന പൊയ്ക നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യം. ഈ വാക്യം നൽകുന്ന അർത്ഥസൂചനകൾ എന്തൊക്കെയാണ്? വാക്കുകൾ പൂക്കുന്ന പൊയ്കയായിരുന്നു എഴുത്തച്ഛൻ്റെ കാവ്യലോകം. സാഹിത്യവും പദസമ്പത്തും വളർന്ന് ഉണ്ണായി വാര്യരുടെ കാലമായപ്പോഴേക്കും ഭാഷ നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകിലേറിക്കഴിഞ്ഞിരുന്നു. ഭാഷ വിമോചനത്തിൻ്റെ ആയുധമാണ്. ഇനി നമുക്ക് അടിസ്ഥാന പാഠാവലിയിലെ അരങ്ങും പൊരുളും എന്ന യൂണിറ്റിൽ വരുന്ന ആദ്യ പാഠഭാഗമാണ് ചിത്രകാരി. അതിൽ ചില പ്രധാന ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കലയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സൂചനകൾ ചിത്രത്തിലുണ്ട്. ആ പ്രവേശകത്തിൽ കാണിച്ചിരിക്കുന്ന ചിത്രം സാമൂഹിക ജീവിതത്തിൻ്റെ സാംസ്കാരികമായ അടയാളപ്പെടുത്തലാണ് ഓരോ കലാരൂപവും. ആഹ്ലാദജനകമായ കലാസമൂഹവുമായി ചേർന്നിരിക്കുന്ന നമ്മുടെ നിത്യജീവിതത്തിലെ വിനോദോപാധികളായി മാറിയ സംഗീതവും സാഹിത്യവും ദൃശ്യകലാരൂപങ്ങളും നമുക്ക് ഏറെ അറിവും അനുഭവവും ആനന്ദമൊക്കെ നൽകുന്നുണ്ട്. അതുവഴി ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കുകയും ചെയ്യുന്നു. ഇനി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളില്ലേ, കല ആനന്ദമാണ്, ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികളാണ്. കല നൽകുന്ന ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയാണെന്ന് പറയുന്നതിൻ്റെ പൊരുളെന്ത്? കല മനുഷ്യൻ്റെ ആത്മപ്രകാശനമാണ്. കലയുടെ പ്രധാന ലക്ഷ്യവും ആനന്ദമാണ്. കലാകാരൻ സൃഷ്ടിയിൽ മുഴുകുമ്പോൾ ആനന്ദം അനുഭവിക്കുന്നത് പോലെ അത് ആസ്വദിക്കുന്നവർക്കും ആനന്ദം ലഭിക്കുന്നു. പ്രകാശം ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് പോലെ കല മാനസികവും സാമൂഹികവുമായ അന്ധകാരം നീക്കി വെളിച്ചം വിതരണം ചെയ്യുന്നു. കലാകാരൻ്റെ അന്തർജ്ഞാനം സമൂഹത്തിനും ലോകത്തിന് തന്നെയും പുതുവെളിച്ചം നൽകി സമൂഹത്തെ പ്രകാശപൂരിതമാക്കുന്നു. കലയിലെ ആനന്ദം മനുഷ്യൻ്റെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നിസ്സഹായതയെയും മറികടക്കാൻ സഹായിക്കുന്നു. പ്രകാശം എന്നത് ജ്ഞാനം, അനുഭവം, ആസ്വാദനം എന്നിവയുടെ പ്രതീകമാണ്. ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു, നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുന്നു. ഈ വാക്യത്തിൻ്റെ പൊരുളെന്ത്? കുറിപ്പ് തയ്യാറാക്കുക. ചിത്രരചനയുടെ പ്രതലമാണ് ക്യാൻവാസ്. ഇവിടെ ക്യാൻവാസിൻ്റെ അതിരുകൾ കടന്ന് കാട് വളരുന്നു എന്നാണ് പറയുന്നത്. കലാമാധ്യമത്തെയും മറികടന്ന് വിശാലമാകുന്ന സൂചനയാണ് ഇവിടെ പോകുന്നത്. നക്ഷത്രങ്ങളെ പൂക്കളായി ആവിഷ്കരിക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യവും അതിനെ മറികടന്ന് വളരുന്ന കലയുടെ മഹത്വവും പ്രതീകാത്മകമായി വരച്ചു കാട്ടുകയാണ്. ചിത്രകാരി എന്ന കഥയിലെ പ്രമേയമെന്ത്? കലാകാരിയായൊരു സ്ത്രീയുടെ ആന്തരിക ജീവിതവും ഭൗതിക ജീവിതവും തമ്മിലുള്ള സംഘർഷത്തെയാണ് ചിത്രകാരി എന്ന കഥ വരച്ചു കാണിക്കുന്നത്. ഫിസി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് കാരണമെന്ത്? യാഥാസ്ഥിതിക കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് ആത്മാവിഷ്കാരവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്ന ഒരു പെണ്ണിൻ്റെ അവസ്ഥയാണ് ഫിസ അനുഭവിക്കുന്നത്. യാഥാസ്ഥിതിക മനോഭാവങ്ങളോട് കലഹിച്ച് ആത്മാവിഷ്കാരത്തിനു വേണ്ടി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന നിത്യജീവിതവും കുടുംബജീവിതവും സർഗാത്മകമായ ആവിഷ്കാരവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രയത്നവും പ്രത്യാശയും ഫിസയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഫിസയോടുള്ള ഭർത്തൃ വീട്ടുകാരുടെ മനോഭാവം എന്താണ്? കലാകാരിയായ സ്ത്രീയുടെ സർഗാത്മകതയെ തടയിടുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന പുരുഷ മനോഭാവവും യാഥാസ്ഥിതികതയും ആ മനോഭാവം സൃഷ്ടിക്കുന്ന ആത്മസംഘർഷങ്ങളുമാണ് ഫിസയോടുള്ള ഭർത്തൃ വീട്ടുകാരുടെ മനോഭാവം. നിലവിലുള്ള സമൂഹത്തിൽ ഇത്തരം സാഹചര്യം എത്രത്തോളം കാണുന്നുണ്ട്? സമകാലിക സമൂഹത്തിൽ കഥയിലെ പൊതുബോധം വലിയൊരു അളവുകളിൽ അല്ലെങ്കിൽ വലിയൊരു തോതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ഫിസ അനുഭവിക്കുന്നത് പോലുള്ള ആന്തരികമായ സംഘർഷങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ ഈ ഇന്നത്തെ സ്ത്രീ സമൂഹത്തിൽ വലിയൊരു അളവിൽ അത്തരം ചിന്തകളിലൂടെ കടന്നു പോകുന്നവരാണ്. കൂട്ടത്തിൽ കൂടാൻ എന്താടാ ഓൾക്കൊരിത്? ഒരിക്കൽ ഉമ്മ ചോദിച്ചു. ഓളുടെ വര. ഫിസയോടുള്ള എന്ത് മനോഭാവമാണ് ഈ വാക്യത്തിൽ തെളിയുന്നത്? കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പരിമിതമാണ്. സ്ത്രീ കുടുംബത്തിൻ്റെ പാരമ്പര്യ വ്യവസ്ഥകൾക്കിണങ്ങി ജീവിക്കണം. ആത്മാവിഷ്കാരമോ കലാവിഷ്കാരമോ സ്ത്രീക്ക് അനുവദനീയമല്ല. ആ മനോഭാവമാണ് ഈ ഫിസയുടെ അമ്മയിലൂടെ അല്ലെങ്കിൽ ആ ഭർത്തൃമാതാവിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ദൈവം തൊട്ട കൈവിരലുകൾ എന്ന പ്രയോഗത്തിൻ്റെ പൊരുളെന്ത്? ഫിസ അനുഗ്രഹീതയായ പ്രതിഭാവിലാസമുള്ള ചിത്രകാരിയാണ്. അവളുടെ അസാമാന്യമായ സർഗശേഷിയെയാണ് ദൈവം തൊട്ട കൈവിരലുകളായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ഫിസ ആ കഥാപാത്ര നിരൂപണത്തിന് ആവശ്യമായ ചില സൂചനകളാണ് തരുന്നത്.
കഥാപാത്ര നിരൂപണം നിങ്ങൾ സ്വയം തയ്യാറാക്കുക. സർഗാത്മക ജീവിതത്തെ മറ്റൊന്നിനു വേണ്ടിയും ത്യജിക്കാൻ തയ്യാറല്ലാത്ത മനോഭാവത്തോടൊപ്പം സ്വന്തം അഭിപ്രായം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവളാണ് ഫിസ്സ. എങ്കിലും നിശബ്ദതയിലൂടെ പ്രതിരോധം തീർക്കാനും അവൾക്കറിയാം. ആന്തരിക ലോകത്തേക്ക് വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും അവതരിപ്പിക്കുന്ന അവൾ അതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. അനുഗ്രഹീത കലാകാരി എന്നുള്ള സുഹൃത്തുക്കളുടെയും ആർട്ടിസ്റ്റ് മാധവൻ സാറിൻ്റെയും അഭിപ്രായം അവളിലെ കഥാകാരിക്കുള്ള അംഗീകാരമാകുന്നു. ചിത്രകാരിയായ ഫിസ്സയുടെ നിറങ്ങളുമായും ഉൾപ്രകൃതിയുമായും ബന്ധപ്പെട്ട സ്വയം വിളിക്കുന്ന ഫിസ്സ അഥവാ മൂടൽമഞ്ഞ് എന്ന പേര് അവളുടെ ആന്തരിക ഭാവത്തെയും സൗന്ദര്യബോധത്തെയും അടയാളപ്പെടുത്തുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ പാഠഭാഗത്ത് പരാമർശിക്കുന്നതും നിങ്ങൾക്കായി സമർപ്പിക്കുന്നതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും നിങ്ങൾ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.